യുവർ ഓണർ. എന്റെ കക്ഷി ജോയെ ആക്രമിച്ചതിന് ശേഷമാണ് ഇവരുടെ പാർട്ടിയിൽ നിന്ന് പേരിനുള്ള ഈ ഡിസ്മിസൽ. ചെക്ക് ദിസ് ഒറിജിനൽ പാർട്ടി മിനിറ്റ്സ് യുവർ ഓണർ. ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു ഇൻട്രസ്റ്റിംഗ് ഡെവലപ്മെന്റ് ആണ് ഇന്നലെ നടന്നിരിക്കുന്നത്. പ്ലീസ് സീ ദിസ് യുവർ ഓണർ. ഇതാണോ? ഇത് ഞാൻ ഇന്നലെ കണ്ടിരുന്നു. കേസിനെ പെണ്ണ് കേസ് ഹർത്താലല്ലേ? ഈ വ്യാജ ഹർത്താലിന് പിന്നിൽ ആരൊക്കെയാണെന്ന് ജോയ്ക്ക് അറിയാമോ? നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല മിസ്റ്റർ ജോയ്. നിങ്ങളുടെ ഇമെയിലിൽ നിന്നാണ് ആ നോട്ടീസിന്റെ സോഫ്റ്റ് കോപ്പി തൃശൂർ പ്രിന്റേഴ്സിൽ എത്തിയിട്ടുള്ളത്. ഇന്നലെ ഹർത്താലിന്റെ ഭാഗമായി ഒല്ലൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളവരിൽ പലരും നിങ്ങളോടൊപ്പമുള്ളവരായിരുന്നു. ആണോ താക്കോൽക്കാര? ശരിയാണ്, ഞാൻ തന്നെ നടത്തിയ. ഈ ഹർത്താൽ വിജയിക്കാനുള്ള കാരണം പെണ്ണ് കേസിൽപ്പെട്ട KC മാത്യൂസിനോട് ജനങ്ങൾക്കുള്ള സപ്പോർട്ട് കൊണ്ടാ? അല്ല, നമ്മുടെ നാട്ടുകാർക്ക് ഹർത്താൽ എന്ന് കേട്ടാൽ മതി അത് ഏത് പാർട്ടി നടത്തണമെന്നുള്ളതൊരു വിഷയമല്ല. ഡെയിലി ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഹർത്താൽ ആഹ്വാനം ചെയ്യാനുള്ള ധൈര്യം വെച്ചോണ്ട് ഇത് തന്നെയാ. ഈ തേങ്ങ കാരണം ഇവിടെയുള്ളവർക്ക് എന്തൊക്കെ നഷ്ടങ്ങളാണ് വരുന്നതെന്ന് ചിന്തിക്കേണ്ട വെച്ചോളൂ. അത്തരം വലിയ വലിയ കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഇവിടെ ഒരു ഗവൺമെന്റ് മിഷനറി ഉണ്ട് മിസ്റ്റർ ജോയ്. ബട്ട് ഫോർ ദ ടൈം ബീങ് ഒരു വലിയ സമൂഹത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായേക്കാവുന്ന ഒരു സാമൂഹ്യ വിപത്താണ് മിസ്റ്റർ ജോയ് എന്ന് സ്വയം കോടതിയിൽ സമ്മതിച്ചിരിക്കുന്നു. ഇങ്ങനെ ഹർത്താൽ നടത്തി ജനജീവിതം തടസ്സപ്പെടുത്തിയതിന് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം 3 വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റമാണ് മിസ്റ്റർ ജോയ് ചെയ്തിരിക്കുന്നത്. ഇയാളെപ്പോലെ അപകടകാരിയായ ഒരു മനുഷ്യനെ തുറന്നുവിട്ടാൽ അത് ഈ നാടിന് തന്നെ ഭീഷണിയായേക്കാം. ആസ് പെർ കാപ്പ് ആക്ട് ഈ നിൽക്കുന്ന ജോയ് താക്കോൽക്കാരനെതിരെ കോടതി സ്വമേധയാ കേസെടുക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. സർക്കാരിനെ വെല്ലുവിളിച്ച് ജോയ് താക്കോൽക്കാരൻ ഹർത്താൽ നടത്തിയത് ഗുരുതരമായ ചട്ടലംഘനം തന്നെയാണ്. ആയതിനാൽ ഈ കേസിന്റെ തുടർ നടപടികൾ ഉണ്ടാകും വരെ ജോയ് താക്കോൽക്കാരനെ പോലീസ് കസ്റ്റഡിയിൽ വിടാൻ ഈ കോടതി ഉത്തരവാകുന്നു. നെൽസൺ മണ്ടേലനൊക്കെ സമ്മതിക്കണട്ടാ. ജയിലെന്ന് പറയണത് ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. ലോകം മുഴുവൻ പുറത്ത്, നമ്മളീ 6 അടി മുറിയിലും. ബെയിലിന് നമ്മൾ മൂവ് ചെയ്യുന്നുണ്ടെന്നേ. പിന്നെ എന്നാ ഇത് കോട്ടയം ഭാഷ പറഞ്ഞ നിന്നെ ഞാൻ ഡൈവേഴ്സ് ചെയ്യൂട്ടാ. ആ എന്തായി വക്കീലേ, നല്ല രക്ഷണ്ടാ? ജാമ്യം കിട്ടില്ല. കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് വിയൂർക്ക് മാറ്റും. ഈ വിയൂർ ജയില് ഇതിനേക്കാളും ചെറുതാ മാഷെ? മാഷ് കിടന്നിട്ടുള്ളതല്ലേ ഈ സമരമൊക്കെ ചെയ്യുമ്പോ? 3 വർഷം ഓരടിക്കൂലടാ ഗ്രീൻവേ. ഏയ് നീ ഇത് എന്തുകൊണ്ടൊക്കെ അറിയണേ? കംപ്ലീറ്റ് പോസിറ്റീവാടാ. നമ്മളവിടെ പോയി കഴിഞ്ഞാൽ മനസമാധാനത്തോടെ ചിന്തിക്കാമല്ലോ. ഒറ്റൊരെണ്ണം ശല്യപ്പെടുത്താൻ വേണ്ടി വരില്ലേ? പുണ്യാളൻ അഗർബത്തീസിനേക്കാളും ഒരു പുതിയ ഐഡിയ ആയിട്ട് ഞാൻ പുറത്തു വരല്ലോ. നീ നോക്കിക്കോ. ഒറ്റ വിഷമമുള്ളൂ മാഷെ. ഇത്രയും കാലം ജീവിച്ചിട്ടും ഈ വേൾഡിൽ നമ്മുടെ ഒരു മാർക്ക് ബാക്കി വെക്കാൻ പറ്റിയില്ലേ? അപ്പോഴേക്കിനകത്തായില്ലേ? ജോയെ, നീ ചെയ്ത തെറ്റിലും ഒരു വലിയ ശരിയുണ്ട്. ഇവിടുത്തെ ശരിയൊക്കെ ആർക്കാ വേണ്ട മാഷെ? ഈ നാടിന് വേണം. അങ്ങനെ ആരും അറിയാതെ നിന്റെ ശ്രമം അവസാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നമുക്ക് എന്താ ചെയ്യാൻ പറ്റാ മാഷെ? നിയമം പോലീസൊക്കെ അവരുടെ കൂടെ അല്ലേ? എല്ലാ കാലത്തും എല്ലാ സമരങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. നിലനിൽക്കുന്ന വ്യവസ്ഥിതിയെ എന്നും തകിടം മറിച്ചിട്ടുള്ളത് ചങ്കുറപ്പുള്ള ശബ്ദമാണ്. നീ പകുതി വെച്ചിട്ട് പോയ ആ ശബ്ദം ഞാൻ ഏറ്റെടുക്കാൻ പോവാ. ഈ ഭരണകൂടം നിനക്ക് നീതി തരുന്നതുവരെ ഞാൻ ഇവിടെ അനിശ്ചിതകാല ഉപവാസം തുടങ്ങാൻ പോവാ. കണ്ണുള്ളവർ കാണട്ടെ, കാതുള്ളവർ കേൾക്കട്ടെ. ആ സമരപ്പന്തലിൽ കിടന്ന് മരിക്കാനാണ് എന്റെ വിധിയെങ്കിൽ അത് ഞാൻ അഭിമാനത്തോടെ സ്വീകരിക്കും. ഞാനുണ്ടടാ നിന്റെ കൂടെ.